നിലമ്പൂരിലെ 10 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. എം സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, മോഹൻ ജോർജ്, PV അൻവർ ഇവർക്കൊപ്പം 6 പേർ കൂടിയുണ്ട്. 4 പേരാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയവും കഴിഞ്ഞപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. അതിൽ PV അൻവറിന്റെ അപരനും പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. ഇനി ഈ സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അറിയേണ്ട. അരുൺ അമൃതനാഥ് നിലമ്പൂരിൽ നിന്നും ചേരുകയാണ്. അരുൺ, അങ്ങനെ മത്സര രംഗത്ത് ആരൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. PV അൻവറിന് കത്രിക ചിഹ്നവും ലഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ പോര് കുറച്ചുകൂടി മുറുകുകയാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ, മുന്നണികൾ നീങ്ങുന്നത്? ഈ 10 പേർ അവരാരൊക്കെയാണ്? ബാക്കിയുള്ള 6 പേർ, 4 പേര് നമുക്കറിയാം. പക്ഷേ ചിത്രം പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ PV അൻവറിലേക്ക് പോകാം. PV അൻവർ മാത്രമാണ് അവിടെ ഒരു രാഷ്ട്രീയ ആകാംക്ഷ ബാക്കിയാക്കിയത്. കാരണം PV അൻവർ മത്സരിക്കുമോ, അത് അവസാന നിമിഷം പിന്മാറുമോ എന്നൊക്കെയുണ്ട്. എന്തായാലും PV അൻവർ ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. ആ നീക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതുമായിരുന്നു. 1-ാം തീയതിയാണ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. 31-ാം തീയതി തന്നെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കത്തയച്ചിരുന്നു ചിഹ്നം ലഭ്യമാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്. എന്തായാലും PV അൻവറിന് കത്രിക ചിഹ്നമായി ലഭിച്ചു. അതിന് പിന്നാലെ ഒരു രാഷ്ട്രീയ പ്രതികരണവും PV അൻവർ നടത്തുന്നുണ്ട്. അതായത് PV അൻവർ പറയുന്നത്, നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിയും VD സതീശനും തന്നെ കത്രിക പൂട്ടിൽ കുടുക്കിയതാണ്. അപ്പോൾ ആ കത്രിക പൂട്ട് ഭേദിക്കാൻ കത്രിക തന്നെയാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. ഈ ഓട്ടോറിക്ഷയായിരുന്നു 2014-ലും 2021-ലും മത്സരിക്കുമ്പോഴുള്ള ചിഹ്നം. അതേ ചിഹ്നമാണ് PV അൻവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ചിഹ്നം ഇത്തവണ ലഭിച്ചില്ല. ഒപ്പം തന്നെ അൻവർ കത്രികയുമായി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നു. നിലമ്പൂരിൽ കത്രിക ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നു. 10 സ്ഥാനാർത്ഥികൾ ആകെയുണ്ട്. മറ്റ് 9 പേരും എന്തായാലും ഒരുങ്ങുകയാണ്. മുന്നണി UDF-ഉം LDF-ഉം ഒക്കെ ശക്തമായ പ്രചരണത്തിലേക്ക് കിടക്കുന്നു. ഒരു പടി മുന്നിലാണ് പ്രചാരണത്തിൽ ആര്യാടൻ ഷൗക്കത്ത്. നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിൻ്റെ ആനുകൂല്യത്തിൽ. പക്ഷേ ഷൗക്കത്തിന് പിന്നാലെ സ്വരാജ് വന്നതോടുകൂടി LDF ക്യാമ്പിൽ വലിയ ആവേശമാണ്. അപ്പോൾ ചൂട് പിടിക്കുകയാണ് എന്തായാലും നിലമ്പൂർ. കാലവർഷം നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ മാറിയിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ദിവസങ്ങളാണ്. അതിപ്പോഴേ നമുക്ക് അനുഭവിക്കാനും സാധിക്കുന്നു. 3 മുന്നണി സ്ഥാനാർത്ഥികൾ, പിന്നീടുള്ള PV അൻവർ സ്വതന്ത്രനാണ് മത്സരിക്കുന്നത്, തൃണമൂലിലാണെങ്കിൽ പോലും. ബാക്കിയുള്ള ആ സ്ഥാനാർത്ഥികളിൽ അൻവറിന്റെ അപരനുണ്ടായിരുന്നു, പിൻവലിച്ചിരിക്കുന്നു നാമനിർദ്ദേശ പത്രിക. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സ്വാധീനം ചെലുത്താൻ, ഏതെങ്കിലും തരത്തിൽ വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ആളുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ? ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലെ പട്ടികയിൽ നമുക്ക് അത്തരമൊരു സൂചന ലഭിക്കുന്നില്ല. കാരണം PV അൻവർ തന്നെയായിരുന്നു അത്തരത്തിലൊരു സസ്പെൻസ് അവശേഷിപ്പിച്ചത്. മറ്റ് നാടകീയമായ ഒന്നും സംഭവിക്കാൻ ഇല്ല എന്നുള്ളതായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. പക്ഷേ അൻവറിൻ്റെ കാര്യത്തിലും അവിചാരിതമായ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെയുള്ള ഈ 10 പേരിൽ ഈ 14 പേരായിരുന്നു അന്തിമമായി സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിലുണ്ടായിരുന്നത്. അതിൽ 4 പേർ, ഒന്ന് അൻവറിൻ്റെ അപര സ്ഥാനാർത്ഥിയായി വന്ന അൻവർ സാദത്ത് ഉണ്ടായിരുന്നു. അൻവറിൻ്റെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ 2 SDP-യുടെ ഒരു അപര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ രതീഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അങ്ങനെ 4 സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് പിൻവലിച്ചിട്ടുള്ളത്. അങ്ങനെ 10 പേരുടെ മത്സര ചിത്രമാണ് തെളിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഈ 4 പേരും ഒപ്പം 3 പേരും ഒപ്പം PV അൻവർ, 3 മുന്നണി പോരാളികളും PV അൻവർ.